നിങ്ങളെ ബുക്സൊക്കെ വായിക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല ഉപകാരമാവും. നമ്മളിപ്പോൾ സമാധാനത്തിലൊക്കെ ഇരുന്ന് ഒരു ബുക്കൊക്കെ വായിക്കുമ്പോഴായിരിക്കും നമ്മളിപ്പോൾ ആരെങ്കിലുമൊക്കെ പണിക്കൊക്കെ വിളിക്കുക. ആ പണിക്ക് അങ്ങോട്ട് പോയി പിന്നെ അങ്ങോട്ട് തിരിച്ചു വന്നാൽ ഏതുവരെ വായിച്ചെത്തിയെന്ന് കൂടി ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അതിനായിട്ട് ഉപകരിക്കുന്ന ഒരു സാധനമാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത്. പറഞ്ഞു വന്നത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് എന്താന്ന് പറഞ്ഞൊരു ബുക്ക് മാർക്കറാണ്. ഒരു ബുക്ക് മാർക്കർ അല്ല, മൊത്തം 3 ഇപ്പൊ ഞാൻ കാണിക്കണത്. നിങ്ങൾക്ക് ഇഷ്ടമായത് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോളും. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ വേണ്ട കാര്യം പേപ്പറും പിന്നെ കുറച്ച് വാട്ടർ കളേഴ്സും ആണ്. ഇപ്പൊ വാട്ടർ കളേഴ്സ് എല്ലാവരും വീട്ടിലുണ്ടാവും അറിയാം. ആകെ 10-15 രൂപ ഉള്ളൂ ഇപ്പൊ ഒരു ചെറിയ വാട്ടർ കളറിന്റെ സെറ്റ് വാങ്ങാനായിട്ട്. ഞാൻ പിന്നെ സാധാരണ പേപ്പറല്ലാത്ത ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കട്ടി വേണ്ടോണ്ട് തന്നെ ഞാൻ അപ്പുറത്തേക്കണ കാർഡ് സ്റ്റോക്ക് ആണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഈ കാർഡ് സ്റ്റോക്ക് എന്നുള്ളത്. എന്താ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പൊ എന്താണ്, ഫ്ലിപ്കാർട്ടിൽ പോയി അടിച്ചു നോക്കിയാൽ മതി. ആകെ 150ന്റെ ഉള്ളിലായിട്ടാണ് വരുള്ളൂ. ഫ്ലിപ്കാർട്ടിൽ മാത്രല്ല കേട്ടോ, മീഷോയിലും ആമസോണിലൊക്കെ കിട്ടും. ഞാനിപ്പോ മേടിച്ചിട്ടില്ലേ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഞാനിപ്പോ മേടിച്ചപ്പോ തന്നെ എനിക്കൊരു 20-25 പേപ്പേഴ്സോളമാണ് കിട്ടിയത്. അങ്ങനെ ഒരു പേപ്പേഴ്സിന്റെ സെറ്റ് തന്നെ മേടിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ ക്രാഫ്റ്റ് ചെയ്യാനുള്ളത് തന്നെ ആയി. കണ്ടോ, ഇതാണ് പ്രശ്നം. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഉണ്ടാക്കലൊക്കെ പകുതി അയക്കണം. നിങ്ങൾ വീഡിയോ ഒന്നും കൂടി ഒക്കെ പ്ലേ ചെയ്തിട്ട് വേണേ ഉണ്ടാക്കി നോക്കി. ഞാനിപ്പോ ഫസ്റ്റത്തെ ബുക്ക് മാർക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ബ്രഷ് പെൻ ഉപയോഗിച്ചിരിക്കണ്. അതില്ലാച്ചിട്ട് ഇനി ഉണ്ടാക്കാണ്ടിരിക്കൊന്നും വേണ്ട, നമ്മുടെ വാട്ടർ കളർ വെച്ചിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്താലും മതി. ഇന്ത്യയിൽ ഇപ്പൊ അതില്ലോണ്ടാണ് ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റത്തെ ബുക്ക് മാർക്കിന്റെ തീം സ്ട്രോബെറി ആണ്. പിന്നെ രണ്ടാമത്തത് കുറച്ചും കൂടി സിമ്പിൾ ആണ്. ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഫുള്ളായിട്ട് പിങ്ക് കളർ വാട്ടർ കളറാണ് ഞാനിപ്പോ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഫുള്ളായിട്ട് ഡ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം ഡാർക്ക് പിങ്ക് ഉപയോഗിച്ചിട്ട് അതിൽ കുറച്ച് ഡോട്ട്സ് പോലെ ഒക്കെ ഇട്ട് കൊടുക്കും ചെയ്യുക. പിന്നെ ഒരു ഗ്രീൻ കളർ ഉപയോഗിച്ചിട്ട് ലീഫ് പോലെ വരച്ചെടുക്കും കൂടി ചെയ്യുക. അങ്ങനെയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ബുക്ക് മാർക്കും റെഡിയായി. പിന്നെ നമ്മുടെ മൂന്നാമത്തേൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഞാനൊന്നും കൊടുത്തിട്ടില്ല, പ്ലെയിൻ ആയിട്ട് ചെയ്യാണ് ചെയ്തത്. പിന്നെ അതിൽ ഞാൻ കുറച്ച് റിബൺസ് മോഡൽ ബോ മോഡലാണ് വരച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പൊ ദാ നമ്മുടെ 3 ബുക്ക് മാർക്കിനുള്ള പേപ്പേഴ്സ് റെഡിയായി. ഇനി ഇതില് നമുക്ക് റിബണും കൂടി കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അതിന് മുന്നായിട്ട് പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് 3 ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇപ്പൊ ഞാൻ ഒരു ബ്ലാക്ക് റിബൺ എടുത്തിട്ട് 3 ബോ മോഡൽ തന്നെ ഒന്ന് കെട്ടിയും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള 3 ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ആണ് പറഞ്ഞിട്ട് കാര്യമില്ല, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യാനൊന്നും മറക്കരുതേ.